ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല കേട്ടോ. പകരം എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇപ്പൊ ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഉണ്ടാക്കി വൈകിട്ട് കഴിക്കാം. നല്ല ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ വിശപ്പ് മാറാനും ഒക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരമാണ്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഈ പലഹാരം തിന്നുന്നത് മൂലം ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊത്തി സഹിക്കാൻ മേല കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ കണ്ട് പഠിച്ച് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നല്ല സൂപ്പറാണ് കേട്ടോ, അടിപൊളിയോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം ഇന്നലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ രവിചേട്ടൻ പറയൂ എനിക്ക് ഇത്രയും പോരായിരുന്നു, ഞാനത് 3 ആകെ ഉണ്ടാക്കിയുള്ളൂ, അയ്യോ എനിക്ക് ഇത്രയും പോരായിരുന്നു, ഇച്ചിരി കൂടി വേണമായിരുന്നെന്ന് വരെ പറഞ്ഞു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഞാനിവിടെ ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സബോള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കരണ്ട് പോയായിരുന്നു മക്കളെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് വഴന്നൊന്നും വരണ്ട കേട്ടോ. ബ്രൗൺ കളറൊന്നും ആയി വരണ്ട. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. നന്നായിട്ടൊന്ന് വാടട്ടെ. വാടി വരട്ടെ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്താവും. അപ്പം ഇതുപോലെ വാടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. വേറെ എന്തുകൊണ്ട് പണിക്ക് പോയപ്പോഴത്തേക്കും ഇത്തിരി കൂടുതൽ വാടി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളെടുക്കുമ്പോൾ ഇത്രയും വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് വാടി വരട്ടെ. കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടയണം കേട്ടോ. നമ്മൾ ഈ തവി വെച്ചിട്ട് ഒന്ന് ഇതിങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താലും മതിയാവും. ഒന്ന് നന്നായിട്ടൊന്ന് വാടണം. ഇത് നല്ല അത്രയ്ക്ക് നല്ല പഴുത്ത തക്കാളി എല്ലാവരും തോന്നും. വാടി വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്ക് നന്നായിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇനി ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ഉപ്പ് വേണ്ടേ, കുറച്ച് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്കിതൊന്ന് വഴറ്റാം. വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി
നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ, എരിക്കത്തൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാല. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്നിടം വരെ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടിത് മസാല ഒന്ന് റെഡിയായി വരണം. കണ്ട, നമ്മുടെ മസാല റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം നമ്മൾ അടുത്ത ചേമന്തി ഇത് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചു. നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ പിന്നെ മടിച്ചി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കിക്കോണം. ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. നിങ്ങൾക്ക് ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഒരു മുട്ടയെ ഒഴിക്കുന്നുള്ളൂ. ഇതിനകത്തോട്ടൊരു ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയ്ക്ക് വേണ്ട, ഇതിന് മാത്രം മുട്ടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളുണ്ടല്ലോ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് ജസ്റ്റ് ഉടയ്ക്കാം. മുട്ടയെന്ന് ജസ്റ്റ് ഈ മുട്ടയെന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടയട്ടെ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതണ്ട നമ്മുടെ മുട്ടയങ്ങ് ചിക്കിയെടുക്കാം. നമുക്ക് വേറെ പാത്രത്തിലിട്ട് ചിക്കണമെങ്കിൽ ചിക്കാം കേട്ടോ, അതിനും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ മസാലയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല മുട്ടയും ഇതും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് യോജിക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ മസാലയ്ക്ക്. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ? കണ്ടാണ് ഇപ്പം. നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തവരാണെങ്കിലുണ്ടല്ലോ ഇതുപോലത്തെ എന്നും ഇപ്പോൾ ചപ്പാത്തി തിന്നുമ്പോഴത്തേക്കും നമുക്ക് മടുക്കത്തില്ലേ? അപ്പം നമുക്ക് ഇതുപോലുള്ള ഐറ്റം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ടത്തേക്കോ എപ്പം വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ വെജിറ്റബിൾ ഒന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഏറെ സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ മസാല തയ്യാറായി. ഇനി നമുക്ക് ഈ മസാല വാങ്ങി നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു ദോശക്കല്ല് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കുണ്ടല്ലോ ഈ കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഈ മസാലയ്ക്കും മല്ലിയില ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ കയ്യിലുണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. മാവ് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല, ഉപ്പും വെള്ളവും ഗോതമ്പ് പൊടിയും കരിവേപ്പിലയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് കലക്കിയെടുക്കാം. ഞാനിത് കലക്കിയെടുത്തിട്ട് കാണിക്കാം. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നു. അപ്പം മാവ് നന്നായിട്ട് കലക്കിയെടുത്തു. അതായത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ആ ഒരു പരുവത്തിലാണ് മാവ് കലക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കല്ല് ഞാൻ എണ്ണ തേച്ച് കൊടുത്താണ്. ഇനി നമുക്ക് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ദോശ ഒഴിച്ച് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരട്ടെ. അപ്പോൾ ഒരു സൈഡിൻ്റെ മൂത്തു, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് വെച്ച് കൊടുക്കരുത്, കുറച്ച് വെച്ച് കൊടുക്കാറുള്ളൂ. എന്നിട്ട് നമുക്കിങ്ങോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഇതിനകത്തുനിന്ന് ഈ ഫില്ലിങ് വെളിയിലോട്ട് പോകാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നെയ്യ് ഒഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ശകലം വെളിച്ചെണ്ണ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റാണ് ഇതിനകത്ത് കേട്ടോ. കണ്ട, നമുക്കിതെടുത്തിട്ട് നമുക്ക് അടുത്തതുണ്ടാക്കാം. ഇത് കണ്ടോ, നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തിക്ക് പകരം ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് രാവിലത്തേക്ക് വേണേലും ഉണ്ടാക്കാം, വൈകിട്ടത്തേക്ക് വേണേലും ഉണ്ടാക്കാം, ഉച്ചയ്ക്കും വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ. കാരണം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് ക്യാരറ്റ് മാത്രമല്ല, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.